നമുക്കേ ഞാൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് മൈദ, പിന്നെ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഫെർമനൻറ്റ് ചെയ്തത്, 2 ടീസ്പൂൺ പാല്, 1 ടീസ്പൂൺ തൈര്. ഇത് രണ്ടും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവ് പോലെ കുഴച്ച് 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. ശേഷം നന്നായിട്ടത് പൊന്തിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണ്ടത്ര ബോൾസ് എടുക്കുക. കുറച്ച് പൊടിയിൽ ചപ്പാത്തിയുടെ പോലെ പരത്തിയെടുക്കുക. ഒന്നില്ലെങ്കിൽ നീളത്തിൽ പരത്താം, അല്ലെങ്കിൽ റൗണ്ട് ആക്കിയിട്ട് തന്നെ പരത്താം. അതിന് ശേഷം നല്ല ചൂടായ ചട്ടിയിലോട്ട് ഇട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചിടുക. ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ നാൻ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ മസാല ഉണ്ടാക്കാം. അതിന് പനീർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ശേഷം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു ലൈറ്റായിട്ടൊന്ന് പനീർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ആ ചട്ടിയിൽ തന്നെ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ശേഷം സവാള, ഒരു നുള്ളു ഉപ്പിട്ടിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, മുളക് പൊടി 1/2 സ്പൂണ്, കുരുമുളക് പൊടി 1/2 സ്പൂണ്, ടൊമാറ്റോ സോസ് ഇവ ചേർത്ത് ആ പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം.